ഇന്ന് രാവിലെ ഉറക്കം എണീറ്റ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ ഒരു പരീക്ഷണമാണ് കേട്ടോ ഈ കണ്ടത്. രാമേശ്വരം ഇഡലി ഉണ്ടാക്കുമായിരുന്നേ. അപ്പോൾ ഒരു വലിയ കലവും അതിന് പുറത്തൊരു തുണിയും ആ കലത്തിൽ കുറച്ച് വെള്ളമുണ്ട്. അതിൽ നിന്ന് വരുന്ന ആവിയിൽ ഇഡലി മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ഇഡലി ഉണ്ടാക്കാനായിട്ട് അമ്മ ഇതിൽ ചേർത്തിരിക്കുന്നത് പച്ചരി, ഡൊപ്പേരി, ഉഴുന്ന്, പിന്നെ അതുപോലെ ഇച്ചിരി കൂരവ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അതിനൊരു ബ്രൗൺ കളർ പോലെ കാണാൻ പറ്റുന്നത്. പ്യുവർ വൈറ്റ് ഇഡലി അല്ല, ചെറിയൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതുപോലെ ഇത് ഇച്ചിരി തരിതരിയായിട്ടാണ് എല്ലാം അരച്ചെടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അരഞ്ഞു വന്നിട്ടില്ല കേട്ടോ. അത് ഈ ആവി കിടന്ന് വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണേ. അപ്പം അധികം തിരക്കുള്ള ആൾക്കാർക്ക് പറ്റിയ പണിയല്ല കേട്ടോ ഇത്. കാരണം നമുക്ക് നല്ല ക്ഷമ വേണം. ഓരോ ഇഡലിയായിട്ട് ഇതുപോലെ ചുട്ടെടുക്കണം. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ്. കാരണം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ ചൂടോടെ തന്നെ കഴിക്കാനാണ് അടിപൊളി കേട്ടോ. അപ്പോൾ സാമ്പാറില്ലായിരുന്നു, പകരം അമ്മ നല്ല വീട്ടിലുണ്ടാക്കിയ നമ്മുടെ ദോശപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദോശപ്പൊടിയും പുറത്ത് നെയ്യൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രാമേശ്വരം ഇഡലി അടിപൊളിയായിരുന്നു.